അങ്ങനെ ആ ഒരു അമേരിക്കൻ കമ്പനിയുടെ വലിയൊരു കോൺട്രാക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദർശ് നേരെ മുംബൈയിലേക്ക് വണ്ടി കയറാണ്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പഠിച്ച് അവർക്ക് കൊട്ടേഷൻ കൊടുത്ത് അത് പ്രസന്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ആ ഒരു വലിയ പ്രൊജക്ട് നേടിയെടുക്കുക എന്നതായിരുന്നു ആദർശിന്റെ പ്ലാന്. പക്ഷേ അവിടെ സംഭവിക്കുന്നത് മറ്റൊരു വലിയ ചതിയാണ്. ആദർശിനെ ചതിക്കാനായിട്ട് എൻ ജ്വല്ലറിക്കാരുടെ എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിന് കൂട്ടുനിൽക്കുന്നത് സാക്ഷാൽ അവന്തിക തന്നെയാണ്. അവന്തിക കാരണമാണ് ഈ ഒരു ചതി സംഭവിക്കുന്നത്. ഇത്രയും വലിയൊരു ദ്രോഹം ചെയ്തിട്ടും ഒന്നും അറിയാത്ത പാവത്തെ പോലെയാണ് അവന്തിക ഇപ്പോഴും ആ വീട്ടിൽ നിൽക്കുന്നത്. ആ സമയത്താണ് ആദർശിന് ഒരു അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം MD സ്ഥാനത്തിരിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ മുത്തശ്ശൻ നേരെ അവന്തികയായിരിക്കും ആ ഒരു കസേരയിലേക്ക് ഇരുത്തുന്നത്. വേറെ ആർക്കും അതിനുള്ള യോഗ്യതയും വിവരവുമില്ല എന്നും അവന്തിക മിടുക്കിയാണെന്നും ഒക്കെ മുത്തശ്ശനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന്റെ ഒക്കെ അനുഗ്രഹം വാങ്ങിച്ച് അവന്തിക ആദർശിരിക്കുന്ന മൂർത്തി ജ്വല്ലറിയുടെ MD സ്ഥാനത്തിലേക്ക് അങ്ങ് കയറി പറ്റും. ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്തികക്ക് ആ ഒരു സ്ഥാനം കിട്ടുന്നതോടുകൂടെ തന്നെ പിന്നെ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ കാര്യങ്ങളായിരിക്കട്ടോ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒരു ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അങ്ങനെ അഭിയെയും ജലജയും കൊണ്ട് വീട്ടിലെ പണികളെല്ലാം തന്നെ ചെയ്യിപ്പിക്കുകയായിരിക്കും ദേവയാനി. അടുക്കളപ്പണി ചെയ്ത് മടുക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, എടാ നിന്നെ പോലൊരുത്തൻ എന്റെ വയറ്റിലങ്ങ് വന്ന് പിറന്നല്ലോ. നീ കാരണം എനിക്ക് ഇന്നേ വരെ ഒരു സ്വസ്ഥയും സമാധാനവും കിട്ടിയിട്ടില്ല. ദേ ഈ ചൂട് വെയിലുമൊക്കെ ഞാൻ കൊണ്ടിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എല്ലാം നീ കാരണമാണെന്നൊക്കെ പറഞ്ഞ് കരയും. ഇതേ സമയത്തിന് നവ്യക്ക് അഭിയോട് ഭയങ്കര ദേഷ്യമായിരിക്കും. അഭി ദേവയാനിയും നയനയും പറയുന്നതെല്ലാം കേട്ടും അനുസരിക്കുകയും പോരാത്തതിന് ചന്തുമോളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നവ്യക്കത് സഹിക്കാനാവുന്നില്ല. ചന്തുമോൾക്ക് ചോറ് വാരി കൊടുക്കുന്നത് കണ്ടപ്പോൾ നവ്യ അഭിയോടങ്ങ് പൊട്ടിത്തെറിച്ചു. എടാ അഭി, നിനക്ക് നാണമുണ്ടോ? ആദർശിന് അവിഹിതത്തിലുണ്ടായ ഈ കൊച്ചിനിങ്ങനെ ചോറ് വാരി കൊടുക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നോടാ? നിന്റെ സ്വന്തം കുഞ്ഞിനെ നീ ഒരു നേരമെങ്കിലും നോക്കുന്നുണ്ടോ? എവിടെ നിന്ന് വന്നതാണെന്ന് പോലും അറിയാതെ ഈ കൊച്ചിന് ഭക്ഷണം വാരി കൊടുക്കാൻ അവർ പറഞ്ഞാൽ നീ ഉടനെ തന്നെ അത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നവ്യ ദേഷ്യപ്പെടും. അന്നേരം അഭി പറഞ്ഞിട്ട്, നവ്യെ അവര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ വായിലിരിക്കുന്നതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരില്ലേ എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവരെങ്ങനെ പേടിക്കുന്നത്? അതുമാത്രല്ല നിന്റെ അമ്മയും അവരെ കണ്ടിങ്ങനെ പേടിച്ചു വിറക്കുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്തോ ഒരു തട്ടിപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അല്ല, ഈ ചന്തുമോളിന് ഒരു പക്ഷേ നിന്റെ കൊച്ചാണോ എന്ന് വരെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് നവ്യ പറയുന്ന സമയത്തിന് അഭി ആകെ ഞെട്ടിപ്പോവാണ്. നിന്നെ പോലൊരു ചതിയനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് നവ്യ പറയുമ്പോൾ അഭി വിഷമത്തോടെ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു നവ്യെ, എനിക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവർ പറയുന്നത് കേട്ടില്ല എങ്കിൽ ഞാനും അമ്മയും ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും. എൻ്റെ ശമ്പളവും സൗകര്യങ്ങളും ഒക്കെ പോയില്ലേ. ഇനി ഈ വീട്ടിൽ നിന്നും കൂടി പുറത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടേക്ക് പോകും? അന്നേരം നവ്യ പറയുന്നുണ്ട്, നമുക്കൊരു വാടക വീടെടുത്തിട്ട് മാറി താമസിക്കാവുന്നതല്ലേ ഉള്ളൂ. വാടക കൊടുക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ നീ എന്തിനാ ഇവിടെ ഇങ്ങനെ അഭിമാനം പണയം വെച്ച് നിൽക്കുന്നത്? എൻ ജ്വല്ലറി എനിക്ക് വേണ്ടി ലക്ഷങ്ങളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നീ വന്ന നിനക്കും നല്ലൊരു പൊസിഷൻ തന്നെ അവിടെ കിട്ടും. അന്നേരം അഭി പറയുന്നുണ്ട്, എടി നവ്യേ, ഈ അനന്തപുരിയിൽ എനിക്കും അമ്മക്കും ഷെയർ ഉള്ളതാണ്. അതൊക്കെ ഇട്ടേച്ച് ഇവിടെ നിന്നും ഇറങ്ങി വരാനൊന്നും എനിക്ക് പറ്റില്ല. കോടികളുടെ സ്വത്താണ് ഇവിടെ. എന്റെ വിഹിതം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോവുള്ളൂ എന്നൊക്കെ പറയാൻ അഭി. ഇതൊക്കെ കഴിഞ്ഞ് ആദർശ് മുംബൈയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ആദർശ് പോകുന്ന വിവരം അറിഞ്ഞ ഉടനെ തന്നെ അവന്തിക നാഗേന്ദ്രനെ വിളിച്ചു പറയും. നാഗേന്ദ്രൻ ഉടനെ തന്നെ പറയുന്നുണ്ട്, മോളെ, നീ കാര്യം അറിയിച്ചത് നന്നായി. ആ കൊട്ടേഷൻ എങ്ങനെയെങ്കിലും നമുക്ക് കിട്ടണം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂർത്തി ജ്വല്ലറി അങ്ങ് തകർന്നടിയും. അവർക്ക് കിട്ടാതിരുന്നാൽ മതി. വേറെ ആർക്ക് കിട്ടിയാലും നമുക്കൊരു കുഴപ്പമില്ല എന്ന് നാഗേന്ദ്രൻ പറയുമ്പോൾ അവന്തിക അതിനെ സമ്മതിക്കാണ്. മൂർത്തി ജ്വല്ലറിക്ക് നല്ല പാരമ്പര്യമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് കിട്ടാൻ സാധ്യതയും കൂടുതലാണ്. 916 സ്വർണവും വിശ്വാസ്യതയും ഒക്കെ അവർക്ക് പ്ലസ് പോയിന്റ് ആണല്ലോ. അതുകൊണ്ട് ആദർശ് മുംബൈയിൽ ഒരിക്കലും എത്താൻ പാടില്ല. അവൻ ആ പരിപാടിയിൽ പങ്കെടുക്കാനും പാടില്ല എന്ന് അവർ പ്ലാൻ ചെയ്യാണ്. ആദർശ് അവിടെ നിന്ന് നയനയോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. നയനക്ക് ഭയങ്കര പേടിയായിരിക്കും. ആദർശേട്ടാ, പണ്ട് ദുബായിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഓർക്കുന്നില്ലേ? എനിക്കാകെ ടെൻഷനാവുന്നു എന്ന് പറയുമ്പോൾ ആദർശ് അവളെ ആശ്വസിപ്പിച്ചു. എടി നയനെ, ഇത് നമ്മുടെ നാടല്ലേ, ഇവിടെ എന്ത് പ്രശ്നം? ഇനിയിപ്പോൾ എന്ത് വന്നാലും നമുക്കത് പരിഹരിക്കാലോ. ഈ കോൺട്രാക്ട് കിട്ടിയാൽ പിന്നെ നമ്മുടെ ഷെയറിന് നല്ല വില കൂടും. ബിസിനസ് എല്ലാം ലാഭത്തിലാവും. ഏൻ ജ്വല്ലറിക്കാരുടെ മുന്നിൽ ഏതായാലും നമുക്കിനി തല ഉയർത്തി നിൽക്കാം. അച്ഛനെയോ ഇളയച്ചനെയോ കൂടെ കൂട്ടാമായിരുന്നു എന്ന് നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മുത്തശ്ശൻ എന്നെയാണ് ഈ ഉത്തരവാദിത്തമെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നെ മുത്തശ്ശൻ നോക്കിക്കോളും. അങ്ങനെ മുത്തശ്ശനോടെല്ലാവരോടും യാത്ര പറഞ്ഞതിന് ശേഷം മുത്തശ്ശൻ ഒരു താക്കീതും കൊടുത്തു. ആദർശെ, നീ സൂക്ഷിക്കണം. എതിരാളികൾ ചതിക്കാൻ കാത്തിരിക്കുകയാണ്. ആരോഗ്യപരമായ ബിസിനസ് ഒന്നുമല്ല അവർ ചെയ്യുന്നത്. നമ്മളെ തളർത്തുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആദർശ് എല്ലാം നോക്കിക്കോളാമെന്നും പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മുംബൈയിലേക്ക് തിരിച്ചു. പിറ്റേ ദിവസം മീറ്റിങ്ങിന് സമയമായിട്ടും ആദർശിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. നയനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുമില്ല.
നയന ഫോണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവൾക്ക് ആകെ വെപ്രാളമായി. ദുബായിൽ പോയതും ഇതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ ദേവയാനിയോട് പറഞ്ഞ് കരയാണ്. ദേവയാനി അവളെ ആശ്വസിപ്പിച്ചു. ആദർശനൊന്നും പറ്റില്ല മോളെ, മുത്തശ്ശൻ അവനെ രക്ഷിക്കുമെന്നൊക്കെ പറയും. പക്ഷേ മീറ്റിംഗിൽ ആദർശ് എത്തിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് അങ്ങ് ക്യാൻസൽ ആവുകയും മൂർത്തി ജ്വല്ലറിക്ക് കോടികളുടെ നഷ്ടം സംഭവിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ആദർശിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് കേസൊക്കെ ആയി. അവന്തിക മുത്തശ്ശനോട് കുതന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശ, ആദർശേട്ടൻ മനഃപൂർവ്വം അവിടെ നിന്ന് മാറി നിന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഈ കരാർ കിട്ടില്ലെന്ന് പേടിച്ചിട്ടും നയനെ പിരിഞ്ഞു നിൽക്കാൻ വയ്യാത്തത് കൊണ്ടും ആദർശേട്ടൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ മുത്തശ്ശൻ അത് വിശ്വസിക്കുന്നില്ല. നയനയും ദേവയാനിയും അത് കേട്ടങ്ങ് ദേഷ്യപ്പെടുകയാണ്. ആദർശ് ഒരിക്കലും തന്റെ ജോലിയിൽ നിന്നും ഒളിച്ചോടില്ല എന്ന് ദേവയാനി ഉറപ്പിച്ചു പറഞ്ഞു. ആദർശിനെ കണ്ടെത്താൻ ജയനും അജയനും മുംബൈയിലേക്ക് പോയെങ്കിലും അവനെ പറ്റിയിട്ട് യാതൊരുവിധ വിവരവും കിട്ടിയില്ല. നയന ആകെ തകർന്നു പോയി. ജ്വല്ലറിക്ക് നഷ്ടം വന്നത് ആദർശ് കാരണമാണ് എന്ന് അവന്തിക മുത്തശ്ശനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കി. ഈ അവസരം നോക്കി മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി പറയുന്നുണ്ട്. ജ്വല്ലറിക്ക് ഇപ്പോൾ ഒരു MD വേണം. കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനില്ലാതെ പറ്റില്ല. അനിയെ ആക്കാമെന്ന് എല്ലാവരും പറയുമ്പോൾ അനി സമ്മതിക്കുന്നില്ല. ആദർശേട്ടൻ ഇരുന്ന കസേരയിൽ എനിക്കൊരിക്കലും ഇരിക്കാൻ പറ്റില്ല എന്ന് തന്നെ അനി തീർത്തും പറഞ്ഞു. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം തീരുമാനിക്കാം, ഞാൻ ഒരാളെ തീരുമാനിക്കാം. എന്നിട്ട് അവന്തികയെ നേരെ തിരിഞ്ഞു പറയാണ്, അവന്തിക മോളെ, ഇനി നീ MD സ്ഥാനത്തിരിക്കണം. ഇത് കേട്ട് നയനയും ദേവയാനിയും അങ്ങ് ഞെട്ടിപ്പോവാണ്. അനി എതിർത്തുവെങ്കിലും മുത്തശ്ശൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവന്തിക സന്തോഷം ഉള്ളിലൊതുക്കി ഭക്തിയോട് കൂടെ തന്നെ മുത്തശ്ശന്റെ കാല് തൊട്ട് വന്ദിച്ച് MD സ്ഥാനം അങ്ങ് ഏറ്റെടുത്തു. ഉടനെ നാഗേന്ദ്രനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ, മൂർത്തീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ ഇനി മുതൽ ഞാനാണ് ഇരിക്കാൻ പോകുന്നത്. ഈ താക്കോലുകൾ ഇനി ഞാൻ കൈവിടില്ല. നമ്മുടെ AN ജ്വല്ലറിക്കാരോട് ഞാൻ ഇത് ചേർത്ത് വെക്കും. അങ്ങനെ എല്ലാവരെയും ചതിച്ചുകൊണ്ട് തന്നെ അവന്തിക ആ ഒരു അധികാരം അങ്ങ് പിടിച്ചെടുക്കുകയാണ്. ആദർശിന്റെ സ്ഥാനം തട്ടിയെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കട്ടെ അവന്തിക ആ മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനം അങ്ങ് കൈവരിച്ചിരിക്കുന്നത്. അവന്തികയുടെയും നാഗേന്ദ്രന്റെയും ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇന്ന് നടന്നിരിക്കുന്നത്. അനന്തപുരിയിലെ ആ വലിയ തറവാട്ടിൽ ഇപ്പോൾ അവന്തികയുടെ ഭരണമാണ്. ആദർശിരുന്ന ആ ഒരു MD കസേരയിൽ ഗമയോടുകൂടെ തന്നെ അവൾ ഇരിക്കുന്നുണ്ട്. അവൾ ഒരു പുതിയ പരിഷ്കാരങ്ങൾ ഓരോന്നോരോന്നായി കൊണ്ടുവന്നു. എന്നാൽ മുത്തശ്ശനും കുടുംബത്തിനും അറിയാത്ത ഒരു വലിയ രഹസ്യം മുംബൈയിൽ ഒരു ചെറിയ ആശുപത്രിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഒരു പഴയ ഗോഡൌണിൽ നാഗേന്ദ്രന്റെ ഗുണ്ടകൾ ആദർശിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ തലക്ക് മാരകമായി പരിക്കേറ്റ ആദർശ് സ്മൃതിനാശം സംഭവിച്ച നിലയിൽ തന്നെ ഒരു അനാഥനെ പോലെ അവിടെ കഴിയുന്നുണ്ടായിരുന്നു. നയനയുടെ കണ്ണുനീർ തോർന്നിട്ടില്ല. അവൾ എല്ലാ ദിവസവും ഉമ്മർത്ത് ആദർശേട്ടന്റെ വരവും കാത്തിരിക്കും. ഇത് കാണുമ്പോൾ അവന്തിക ഉള്ളിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. നയനെ, നീ ഇങ്ങനെ കാത്തിരുന്നിട്ടൊരു കാര്യവുമില്ല. ആദർശേട്ടൻ പോയത് പോയതാണ്. നീ ഈ ജ്വല്ലറിയിലെ സ്വത്തുക്കൾ നോക്കി സമാധാനിക്കുകയെന്ന് അവൾ ഇങ്ങനെ പരിഹസിച്ച് പറയും. ഇതിനിടയിൽ തന്നെ AN ജ്വല്ലറിയെ മൂർത്തീസ് ജ്വല്ലറിയുമായി ലയിപ്പിക്കാനുള്ള രേഖകൾ മുത്തശ്ശനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ തന്നെ അവന്തിക നീക്കം തുടങ്ങി. നമ്മുടെ ബിസിനസ് തകരുകയാണ് മുത്തശ്ശ. ലയിപ്പിച്ചില്ല എങ്കിൽ നമ്മൾ കടക്കെണിയിലാവുമെന്ന് അവൾ കള്ളം പറഞ്ഞു. മുത്തശ്ശൻ വിറക്കുന്ന കൈകളോട് കൂടെ തന്നെ ആ ഒരു പേന എടുത്തിട്ട് അതിങ്ങനെ ഒപ്പിടാൻ നിമിഷം തന്നെ വീട്ടുമുറ്റത്ത് ഒരു വണ്ടി വന്നു നിന്നു. എല്ലാവരും അമ്പരന്നു പോയി. കാറിൽ നിന്നും ഇറങ്ങി വന്നത് ആദർശായിരുന്നില്ല, മറിച്ച് ആദർശിനെ രക്ഷിച്ച ഒരു മുംബൈ മലയാളിയായ ബിസിനസ്സുകാരനായിരുന്നു. അയാൾക്കൊപ്പം തലയിൽ കെട്ടുമായി. പക്ഷേ പഴയതിലും കരുത്തോടു കൂടെ തന്നെ ആദർശം നടന്നു വന്നു. അപകടം നടന്ന ദിവസം തലയിലേറ്റ ആ ഒരു ആഘാതം പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോയെങ്കിലും മറ്റൊരു ആഘാതം അയാളുടെ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നു. ആദർശ് ഉമ്മറത്തേക്ക് കയറി വന്നതും അവന്തികയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു താക്കോൽ കൂട്ടം അങ്ങ് നിലത്തേക്ക് വീണു. എന്താ അവന്തികയെ, നീ MD കസേരയിൽ ഇരുന്നപ്പോൾ ഞാൻ തിരിച്ചു വരുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ? ആദർശിന്റെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ നാഗേന്ദ്രനും അവന്തികയും അക്ഷരാർത്ഥത്തിൽ അങ്ങ് മരവിച്ചു പോയി. ആദർശ് തന്റെ ഫോണ് പുറത്തേക്കെടുത്തു. മുത്തശ്ശന് ഒരു വോയിസ് റെക്കോർഡിംഗ് ഒക്കെ ഏൽപ്പിച്ചു കൊടുത്തു. അത് അവന്തികയും നാഗേന്ദ്രനും ചേർന്ന് ആദർശിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന വ്യക്തമായിട്ടുള്ള തെളിവുകളായിരുന്നു. അവരുടെ ആ ഒരു വോയിസ് റെക്കോർഡിങ്സ് ആയിരുന്നു. ആദർശ് ആശുപത്രിയിലായിരുന്നപ്പോൾ അവന്തിക നടത്തിയ ഓരോ സാമ്പത്തിക തിരിമറികളും അയാൾ തെളിവ് സഹിതം തന്നെ പുറത്തു കൊണ്ടുവന്നു. മുത്തശ്ശൻ ഇതെല്ലാം കേട്ട് ആകെ തകർന്നു പോയി. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൾ ഇത്രയും വലിയ ചതിയത്തിയായിരുന്നു എന്ന് അയാൾക്ക് വിശ്വസിക്കാനായില്ല. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. മുത്തശ്ശന്റെ ഗർജനം കേട്ട് അവന്തികയും കുടുംബവും തല താഴ്ത്തി അവിടെ നിന്നും പടിയിറങ്ങി. നയന ഓടിച്ചെന്ന് ആദർശിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. വീണ്ടും അനന്തപുരിയിൽ പഴയ പ്രതാപം തന്നെ തിരിച്ചു വന്നു. മൂർത്തീസ് ജ്വല്ലറിയുടെ MD സ്ഥാനത്ത് ആദർശ് വീണ്ടും ഇരുന്നു. ഇത്തവണ നയനയും ബിസിനസിന്റെ ഭാഗമായി മാറ്റി. സത്യം എത്ര മൂടി വെച്ചാലും അതൊരു നാൾ പുറത്തു വരുമെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.